നമസ്കാരം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ മൊബൈലിലോ വല്ലതും PDF ഫയലുകൾ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടോ? അത്രയും വലിയൊരു ടാസ്ക് എനിക്ക് തോന്നുന്നു വേറെ ഒന്നും കാണത്തില്ല. നമ്മൾ പല സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ പല ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്തെടുത്തിട്ടാണ് ഈ PDF ഫയലുകൾ സാധാരണ എഡിറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാനോ അതിലേക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ PDF ഡോക്യുമെന്റിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാനോ ഒന്നും പ്രോപ്പറായിട്ട് സാധിച്ചൊന്നും വരത്തില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താം. ഈ ഒരു സോഫ്റ്റ്വെയർ PDF ബന്ധപ്പെട്ട PDF ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സോഫ്റ്റ്വെയറിന്റെ പേര് വണ്ടർഷെയർ PDF എലമെന്റ് എന്നാണ്. ഓൾറെഡി ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ വന്നിട്ടുള്ള പുതിയ കുറെ AI ഫീച്ചേഴ്സ് ആണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. AI ഉപയോഗിച്ചുകൊണ്ട് ഡോക്യുമെന്റ് സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. AI ചാറ്റ് വിത്ത് PDF എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. AI ട്രാൻസ്ലേറ്റ് ഉണ്ട്. AI ഗ്രാമർ ചെക്ക് ഉണ്ട്. AI PDF ടു പ്രസന്റേഷൻ, അങ്ങനെ കുറെ അധികം AI ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ iOS-ലാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിൻഡോസിലോ മൊബൈൽ ഫോണിലോ ഒക്കെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി സാധാരണ സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്ത് ആ രീതിയിൽ ഇതും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ലാപ്ടോപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കുറെ അധികം ടൂൾസ്, ക്വിക്ക് ടൂൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള കുറെ ടൂൾസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ സാധിക്കും. സി ഓൾ ടൂൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഫംഗ്ഷൻസ്, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ടൂൾസ് ഉണ്ടോ അത് മൊത്തം തന്നെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഓരോന്നായിട്ട് പറഞ്ഞു തരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു PDF ഫയൽ അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെന്റ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു PDF ഫയൽ തന്നെ സോഫ്റ്റ്വെയറിനുള്ളിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഇതിൽ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സോഫ്റ്റ്വെയറിലെ മെയിൻ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറെ അധികം AI ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. AI ചാറ്റ് ഉണ്ട്, AI സമ്മറൈസ് ഉണ്ട്, AI ട്രാൻസ്ലേറ്റ് ഉണ്ട്, അങ്ങനെ കുറെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓരോന്നും നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഒരു PDF ഫയൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ആയിട്ട് വരിക എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാൻ AI ചാറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് കർസർ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ചാറ്റ് വിത്ത് AI, ചാറ്റ് വിത്ത് PDF അങ്ങനെ രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ചാറ്റ് വിത്ത് AI സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് അത് AI-യുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനിപ്പുറത്തായിട്ട് ചാറ്റ് വിത്ത് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു PDF ഫയൽ നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു PDF ഫയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സമ്മറൈസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ മെയിൻ ഓർഗ്യുമെന്റ് ഓഫ് ദിസ് PDF, അത് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഈ ഒരു PDF ഫയലിലുള്ള ഉള്ളടക്കം എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അതിവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഇവിടെ വാട്ട് ഈസ് ദ മെയിൻ ഓർഗ്യുമെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. നമ്മളിപ്പോൾ കൊടുത്ത കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു PDF-ൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു PDF ഫയലൊക്കെ എടുത്തിട്ട് അതിന്റെ മെയിൻ കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ AI നമ്മളെ ഹെൽപ്പ് ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ AI സമ്മറൈസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് സമ്മറൈസ് കറന്റ് PDF ഉണ്ട്, സമ്മറൈസ് മൾട്ടിപ്പിൾ PDF. അതായത് നമുക്ക് ഇവിടെ ഈ മൾട്ടിപ്പിൾ PDF-ൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ സേവ് ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ PDF ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ PDF ഫയലുകൾ സമ്മറൈസ് ചെയ്യാം. ഞാനിവിടെ സമ്മറൈസ് കറന്റ് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു PDF ഫുൾ സമ്മറൈസ് ചെയ്ത് ഇതിൽ എന്താണോ മെയിൻ കണ്ടന്റ് അത് മാത്രമായിട്ട് ഇവിടെ എനിക്ക് സൈഡിൽ എഴുതി വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണിത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത AI ഫീച്ചറും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ AI ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വേർഡ് ട്രാൻസ്ലേഷൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ സെലക്ട് ചെയ്ത അത്രയും ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്തു വരും. ഞാൻ ഇവിടെ മലയാളമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് കുറെ 100-ലധികം ലാംഗ്വേജസ് ഇവിടെ ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് മറ്റൊരു പോർഷൻ സെലക്ട് ചെയ്യുന്ന ഇത്രയും പോർഷൻ ഞാൻ സെലക്ട് ചെയ്തു. അത്രയും കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്താണോ ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലുള്ള ഫയലുകളൊക്കെ ആയിരിക്കും ഇതേപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ മറ്റ് സോഫ്റ്റ്വെയറുകളോ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ ഒന്നും തപ്പി പോകേണ്ട കാര്യമില്ല. ഈ രീതിയിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ട്രാൻസ്ലേറ്റ് ആയിട്ട് വന്നോളൂ. ഇത് മാത്രമല്ല ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട്, ഗ്രാമർ ചെക്ക് എന്ന് പറയുന്ന ഫീച്ചർ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻസ് വരും, പാരഗ്രാഫ് ഗ്രാമർ ചെക്ക്, അതേപോലെ PDF ഗ്രാമർ ചെക്ക്. അപ്പൊ നമുക്ക് ജസ്റ്റ് പാരഗ്രാഫ് ഗ്രാമർ ചെക്കിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇത്രയും പോർഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ആ ഒരു പാരഗ്രാഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എഴുതിയിരിക്കുന്നതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവിടെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്ത് ഇവിടെ കാണിക്കും. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിലെ കാര്യങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ വരുന്നു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എവിടെന്നെങ്കിലും എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഇവിടെ ജനറേറ്റ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, നമ്മൾ ഏത് ഡോക്യുമെന്റ് ആണോ കൊടുത്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള മെയിൻ പോയിന്റ്സ് മാത്രമായിട്ട് ഇതേപോലെ ഇങ്ങനെ നമുക്ക് വരും. ഓരോരോ പോയിന്റ്സ് ആയിട്ട് വരും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനുള്ളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ പോയിന്റ് മാത്രം നമുക്ക് ഇവിടെ വന്ന് കറക്റ്റ് 1 by 1 ആയിട്ട് ഇവിടെ വന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമ്മുടെ ഈ ഒരു കണ്ടന്റിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു മൈൻഡ് മാപ്പിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ആണ്. അപ്പം നിങ്ങൾക്ക് വലിയ PDF ഫയലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൈൻഡ് മാപ്പ് ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മൾ PDF എലമെന്റിൽ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു ഡോക്യുമെന്റ് റൈറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതിനുള്ള ടൂളും ഇതിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ സെയിം ഓപ്ഷനിലേക്ക് വരുന്നത് ഇവിടെ റിട്ടൺ ഡിറ്റക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഡിറ്റക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മുമ്പത്തേന്റെ കൂട്ട് ഇത്രയും പോർഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഡിറ്റക്ട് ടെസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി വന്നിട്ടുണ്ട് ഈ ഒരു ടെസ്റ്റ് എഴുതിയതാണോ ഹ്യൂമൻ എഴുതിയതാണോ എന്ന്. 99% ഇത് എഴുതിയ പാരഗ്രാഫ് ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു പേജിലേക്ക് പോകാം. ഇത്രയും ഒന്നുകൂടെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇതും റിട്ടേൺ ആണ്. അതായത് നമ്മൾ എന്ത് സാധനം ഡോക്യുമെന്റ് നമ്മളുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാലും അത് എഴുതിയതാണോ ഹ്യൂമൻ എഴുതിയതാണോ വളരെ ഈസി ആയിട്ട് ഈ സോഫ്റ്റ്വെയറിനുള്ളിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു PDF എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ നൽകിയിട്ടുണ്ട്. തീർന്നിട്ടില്ല, ഇനിയുണ്ട് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ വന്ന് ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് വീണ്ടും കുറെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റീറൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു പാരഗ്രാഫ് ഞാൻ റീറൈറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. റീറൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യും. അതേപോലെ ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഓർഗനൈസ് ചെയ്തുകൊണ്ട് വൃത്തിയായിട്ട് എഴുതി കിട്ടും. നോക്കി, ആ ഒരു പാരഗ്രാഫ് വീണ്ടും റീറൈറ്റ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിൽ വന്നിട്ട് ഈ റീറൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് കൂടെ ഇതേപോലെ റീറൈറ്റ് ചെയ്ത് നോക്കിയാലോ. ഇതുകൂടെ ഞാൻ റീറൈറ്റ് ചെയ്യുകയാണ്. നോക്കിയാൽ ഇവിടെ ആ ഒരു പാരഗ്രാഫ് വീണ്ടും റീറൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇത് മാത്രമല്ല ഇനിയുണ്ട്, അതുകൂടെ നമുക്കൊന്ന് നോക്കാം. എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പ്ലെയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വിവരിച്ച് വിശദമാക്കി നമുക്ക് പറഞ്ഞു തരും. നോക്കി, ആ ഒരു പാരഗ്രാഫ് കൊടുത്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ വരുന്നത്. ഇനി ബേസിക് ആയിട്ടുള്ള നമ്മുടെ എഡിറ്റിംഗിന് ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ആദ്യത്തെ സെക്ഷൻ കണ്ടോ, കമന്റ് എന്ന് പറയുന്ന സെക്ഷൻ. ഇവിടെ നമുക്ക് കുറേ അധികം ടൂൾസ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ചില വാക്കുകളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. സിമ്പിൾ ആണ്. ഈ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ആ ഒരു ഭാഗം ഇതേപോലെ ജസ്റ്റ് ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം ഹൈലൈറ്റ് ആവും. നല്ല അടിപൊളിയായിട്ടാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് റെക്ടാങ്കിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എഡിറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കി, AI എന്നൊന്ന് ആഡ് ചെയ്യാം. നോക്കിയാൽ ഇവിടെ എന്ന് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് PDF ഫയൽ ആണെന്ന് ഓർക്കണം. ഇതിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇമേജസ് വല്ലോ ഈ PDF ആഡ് ചെയ്യണമെങ്കിൽ അത് സാധിക്കും. ഞാൻ ഇതിന്റെ ലാസ്റ്റിൽ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് കൂടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എവിടെയാണോ ആ ഒരു ഇമേജ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഈ ഇമേജ് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡിൽ ആ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി ഇമേജ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് മാത്രമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ PDF ആയിട്ട് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഈ ഡോക്യുമെന്റിൽ ലിങ്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ദെൻ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ക്രിയേറ്റ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു PDF ഫയലിനെ വേർഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, എക്സൽ കൺവേർട്ട് ചെയ്യാം, ടു PPT ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഇമേജ് ആയിട്ട് എടുക്കാം, ടു ടെസ്റ്റ് ആയിട്ട് എടുക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു PDF ഡോക്യുമെന്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ടു വേർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് വേർഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഓർഗനൈസ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജസ് ഇതേപോലെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതായത് പേജ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ജസ്റ്റ് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് OCR ഏരിയ അങ്ങനെ കുറെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും, പേജ് ക്രോപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ പ്രൊട്ടക്ട് എന്നുള്ള സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡോക്യുമെന്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും, എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. റിക്വസ്റ്റ് E-സൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് E-സൈൻ ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊജക്ട് എന്താണോ നമ്മൾ എടുത്തിരിക്കുന്ന ഡോക്യുമെന്റിനെ E-സൈൻ ചെയ്യാനായിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനും മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനും അവരെ കൊണ്ട് E-സൈൻ ചെയ്യിപ്പിച്ച് തിരിച്ച് നമുക്ക് അത് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് E-സൈൻ്റെ സെക്ഷനിൽ വന്നിരിക്കുന്നത്. ഇനി എൻക്രിപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാം, മറ്റാരും ഈ ഒരു ഡോക്യുമെന്റ് ആക്സസ് ചെയ്യാതിരിക്കാനായിട്ട് അതിൽ പാസ്വേഡ് ഒക്കെ കൊടുത്ത് നമുക്ക് പ്രൊട്ടക്റ്റഡ് ആക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മൊത്തത്തിൽ PDF-മായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരൊറ്റ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അത്രയ്ക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ള, അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇനി എങ്ങനെയാണ് ഈ ഫയലുകൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. അതിനായിട്ട് കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടു PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് PDF ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് ആ ഫോർമാറ്റിൽ നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇത് PDF ആയിട്ട് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ആകുകയാണ്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ ആർക്കും എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരാൻ സാധ്യതയുള്ളതാണ്. ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കും സ്റ്റുഡൻസിനും ഒക്കെ തന്നെ ഇത് ആവശ്യം വരും. കാരണം PDF ഫയലുകൾ നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ടൂൾ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ നല്ല പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ PDF ഫയലിന് കേൾക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലേക്കോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലേക്കോ iOS-ലേക്കോ ഒക്കെയുള്ള സോഫ്റ്റ്വെയറോ ആപ്ലിക്കേഷനോ ഒക്കെ ഡൗൺലോഡ് ചെയ്തോളുക. ഇത് ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇത് ട്രയൽ ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതിന് നിശ്ചിത എമൗണ്ട് പേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പാക്കേജ് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിലും നല്ല റൂമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.